യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ വാഴ്ത്തുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. രക്ഷകനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിന് ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൊണ്ട് ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുമായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ആയുസ്സോടും ആരോഗ്യത്തോടും നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് നന്ദി പറയാം, ദൈവത്തെ സ്തുതിക്കാം. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച കോഴുതന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മെ മറച്ച് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പച്ചയ പുൽപ്പുറങ്ങളെ നമ്മെ നടത്തുന്ന സ്വസ്ഥതയുള്ള വെള്ളത്തിന് ഇരിക്കത്തേക്ക് നമ്മെ നടത്തിയ ദൈവം ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ അത് മാത്രമായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുക. ഈ പൽക്കാലോ സർവശക്തനായ ദൈവം നമ്മെ കൈവിടാതെ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മോടുള്ള ദൈവീയ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത നൽകും. പ്രിയ ദൈവ ഇതിലെ സ്തോത്രം. പലപ്പോഴും പലരും നമ്മോട് കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് എവിടേക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ തിരുവചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് എന്ത് ചെയ്യുന്നു? സ്വസ്ഥത നൽകും. അങ്ങനെയൊക്കെ ഈ പൽക്കാലം ആരും നമ്മോട് കൂടെ ഇല്ലെങ്കിലും ദൈവം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായിട്ട്, ആ ഒരു സ്വസ്ഥത അനുഭവിക്കേണ്ടതിനായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 33-ാം അധ്യായം അതിന്റെ 14-15 വാക്യം ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന് അവൻ, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. പ്രിയ ദൈവമക്കളെ സ്തോത്രം. മോശ ദൈവത്തോട് ഒരു പ്രാർത്ഥന ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ആ പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവം സ്തോത്രം, ഞാൻ നിങ്ങളുടെ കൂടെ വരികയല്ല, ദൂതനെ അയക്കും നിനക്ക് മുമ്പായി എന്ന് പറയുന്ന ഇടത്ത് നിന്ന് മോശ ദൈവത്തോട് ഇടിവേ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോൾ ദൈവം ആ എടുത്ത തീരുമാനത്തിനകത്തുനിന്നൊരു മാറ്റം വരുത്തി. ദൈവം പറയുന്ന ഒരു ഭാഗമാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഈ പൽക്കാലം സ്തോത്രം ആ ദൈവ സാന്നിധ്യത്തിനായിട്ട് നാം കൊതിക്കുക. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്തോത്രം. അതേ സ്തോത്രം. ദൈവ സാന്നിധ്യം നമുക്ക് സ്വസ്ഥതയിലേക്ക് നമ്മെ എത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. നാം വിചാരിക്കും നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ ശക്തി കൊണ്ടൊക്കെ ചിലത് നേടാമെന്ന് കഴിയും. പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ നമുക്കൊരിക്കലും ദൈവിക വാഗ്ദത്തത്തിലേക്ക് എത്തുവാനായിട്ട് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ സ്തോത്രം നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുസാന്നിധ്യം ഇല്ല എങ്കിൽ സ്തോത്രം, അതാ മോശ അവിടെ പറയുന്ന, തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഇന്ന് എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? തിരുസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ സ്തോത്രം ഒരിടത്തേക്ക് ഞങ്ങൾ അയക്കരുത് എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡൻസ് ചെയ്യുവാനായിട്ട് ഇടയത്തീരുക, നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, യഹോവയും ദൈവം മോശ മുഖാന്തരമായിട്ട് ഇസ്രായേൽ ജനതയെ വിളിച്ചുകൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിന്റെ അടുക്കിലേക്ക് മോശ കയറിപ്പോകുവാനായിട്ട് ഇടയായി തീർന്ന ആ സാഹചര്യത്തിൽ അവർ എന്ത് ചെയ്യുന്നു? കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ അതിനെ ആരാധിക്കുവാനൊക്കെ ഇടയായി തീർന്നു. ഇതിൽ കോപം പൂണ്ടതായ മോശ നമുക്ക് കാണുന്നു. അവൻ പലകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്ന് പൊട്ടിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ഒരു സാഹചര്യത്തിൽ കടന്നു വരുന്ന ഒരു സാഹചര്യം
സാഹചര്യത്തിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജനത്തിന്റെ ഇടയിൽ പാപം കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. അഹരോൻ ഒക്കെ എന്ത് ചെയ്യുന്നു? ദൈവത്തിൽ നിന്ന് അകന്ന് അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. വീണ്ടും യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ജനത്തെ കൂട്ടിക്കൊണ്ട് പോകുക. അതിന്റെ 32-ാമത്തെയും 34-ാം വാക്യത്തിൽ ആകിയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ട് പോകാം, എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും എന്നാ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ പാപത്തെ എന്ത് ചെയ്യുന്നു? സന്ദർശിക്കുന്ന ഒരു കാര്യത്തെ അവിടെ എന്ത് ചെയ്യുന്നു? യഹോവയായ ദൈവം മോശയോട് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ. അതേ സ്തോത്രം, ചില ദൈവിക വാഗ്ദത്തങ്ങളും ദൈവിക കരുതലൊക്കെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുക. പക്ഷേ നാം അകന്നു പോയി കഴിഞ്ഞാൽ, അതെ, ദൈവത്തിന്റെ സന്ദർശന ദിവസത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു? അതിനെ സ്തോത്രം നമ്മോട് ചോദിക്കുന്ന ഒരു ടൈമുണ്ട് എന്ന കാര്യം ഇവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോടെ ആയിരിക്കണം. നാം തെറ്റുകൾ ചെയ്യുമ്പോഴും കുറ്റങ്ങൾ ചെയ്യുമ്പോഴും പ്രിയ ദൈവമക്കളെ, ദൈവം ചിലപ്പോൾ നമ്മളോട് ഉള്ള വാഗ്ദത്തങ്ങളൊക്കെ ദൈവം നിറവേറ്റി തരും, നമ്മോട് കരുണ കാണിക്കാനായിട്ട് ഇടയത്തരും. കാരണം ദൈവം അനീതിയുള്ള ദൈവമല്ല, നമ്മെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാകും. പക്ഷേ ഒരു നാൾ നാം ചെയ്ത പാപത്തിന്റെ പരിണത ഫലം നാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള തിരുവചനം ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, എന്റെ ദൂതൻ നിന്റെ മുമ്പാകെ നടക്കും, എന്നാൽ എന്റെ സന്ദർശന ദിവസത്തിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കുമെന്ന് അരുളി ചെയ്തു. അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതായതുകൊണ്ട് യഹോവരെ ദണ്ഡിപ്പിച്ചു എന്ന് തിരുവചനത്തിൽ കാണുന്നു. ഇതിന് ശേഷം നമുക്ക് തിരുവചനത്തിലേക്ക് കടന്നു ഒരു ഉടമ്പടി പുതുക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിക്കുന്നുണ്ട്, നീ മിസ്രയീം ദേശത്തുനിന്ന് നീ കൊണ്ടുവന്ന ജനവും ഇവിടെ നിന്ന് പുറപ്പെട്ട് നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോട് ചെയ്ത ദേശത്തേക്ക് പോകാനായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞ ശേഷം പറയുന്ന ഒരു കാര്യമുണ്ട്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവേ, ഞാൻ ഒരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. പ്രിയതേ മക്കളെ, സ്തോത്രം. അതേ സ്തോത്രം, അവിടെ ദൈവം കൂടെ നടന്ന സന്ദർഭത്തിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഞാൻ നമുക്ക് മുമ്പായിട്ട് ഒരു ദൂതനെ അയക്കുമെന്ന ഒരു ഉടമ്പടിയിലേക്ക് കയറുന്ന ഒരു അനുഭവത്തെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, എന്റെ 3-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, വഴി വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടത് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല, നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു എന്ന് പറയുന്നു. ഇസ്രായേൽ സ്വന്തം ജനമായിരിക്കുന്ന ജനത്തെക്കുറിച്ച് യഹോവേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ദുശാഠ്യമുള്ള ജനം പാപം ചെയ്തു ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോ തന്റെ ജനത്തെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ അതിന്റെ നടുവിൽ ദൈവം സ്തോത്രം ഹല്ലേലൂയ യഹോവയോട് മോശ ഇടിവി നിൽക്കുകയാണ്. ഒരു സഹോദരനെ പോലെ, അതേ സ്തോത്ര സ്നേഹിതനെ പോലെ നിന്ന് സംസാരിച്ചു കൊണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോ ആ ഒരു അനുഭവത്തിൽ നിന്ന് സ്തോത്രം എന്ത് ചെയ്യുന്നു? ദൈവം മാറുവാൻ വ്യതിചലിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ, എങ്കിലും ആരെ എന്നോട് കൂടെ അയക്കുമെന്ന് അറിയിച്ചു തന്നില്ല, എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. മോശ പറയുകയാണ്, സ്തോത്രം, ആരെ എന്റെ കൂടെ അയക്കും? നീ എന്റെ മേൽ ഒരു ദൗത്യം ഏൽപ്പിച്ചു, സ്തോത്രം, പക്ഷേ ആരെ എന്റെ കൂടെ അയക്കുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തെ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. കാരണം മനസ്സലിവുള്ള കർത്താവ്, കരുണയുള്ള കർത്താവ് എന്ന് മോശ അറിഞ്ഞ ഒരു കാര്യത്തെ, ദൈവത്തിന്റെ സ്വഭാവത്തെ ഇവിടെ പറയുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. നീ എത്ര തന്നെ കോപിക്കുമെന്ന് പറഞ്ഞാലും ദുശാഠ്യമുള്ള ജനമെന്ന് പറഞ്ഞാലും ജനത്തെ കണ്ട് മനസ്സലിയുന്ന ഒരു കർത്താവ് ദൈവമാണ് എന്ന് മോശയുടെ വാക്കുകളിൽ ഇവിടെ വെളിപ്പെട്ടു വരുന്നുണ്ട്. ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ കാലം നമുക്ക് ദൈവത്തെ അടുത്തറിയുവാനായിട്ട് നമുക്ക് കഴിയുമോ? പ്രിയതേ മക്കളെ, സ്തോത്രം. ആ കർത്താവിന്റെ ഹൃദയത്തോടൊന്ന് അടുത്ത് ചെന്നിട്ട് കർത്താവിനോട് നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുമോ? അവിടെയാ നമുക്ക് വിടുതൽ ലഭിക്കുവാനായിട്ട് ഇടയായി തീരുന്നത്. എന്നാൽ സ്തോത്രം അവിടെ പറയുന്നു, എനിക്ക് നിന്നോട് കൃപയുണ്ടായിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോ അവിടെ മോശയോട് പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നിന്നോട് കൃപയുണ്ട്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ എന്ത് വെച്ചാൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. നമ്മുടെ പാതകളെ കാണിച്ചു തരുന്ന ദൈവം, നമ്മുടെ മേൽ ദൃഷ്ടി വച്ച്
ആലോചന പറഞ്ഞു തരുന്നതായി ദൈവം. ഇവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് എന്നോട് കൃപയുണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ആ കൃപയുണ്ടെങ്കിൽ ഇവിടെ എന്തു പറയുന്നുണ്ട്? അതേ സ്തോത്രം, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ഈ പ്രഭാതത്തെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാമോ പ്രിയ മക്കളെ? പല വഴികളിൽ കൂടി നാം കടന്നു പോയി കാണും, തെറ്റുകൾ പറ്റിക്കാണുമായിരിക്കാം, വീഴ്ചകൾ സംഭവിച്ചു കാണുമായിരിക്കാം. പക്ഷെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ കൃപയ്ക്കായി നാം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കൃപ വെളിപ്പെടുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക, നിന്റെ വഴി എന്നെ അറിയിക്കണമേ. അതേ സ്തോത്രം, ഹല്ലേലൂയ. സത്യത്തിന്റെ പാതയിൽ നമ്മെ നടത്തുന്ന അതേ സ്തോത്രം, ദൈവത്തിന്റെ വഴി നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവം ആ വഴി അറിയിക്കണമേ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. ഈ ജാതി നിന്റെ ജനമെന്ന് ഓർക്കണമേ. ദുശാഠ്യമുള്ള ജനമെന്ന് യഹോവേ ദൈവം പറഞ്ഞ ഇടത്ത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ജനം എന്റേതല്ല നിന്റേതത്രേ. ഹല്ലേലൂയ. ഇടിവി നിൽക്കുന്ന, മധ്യസ്ഥയണഞ്ഞ് അതെ പ്രാർത്ഥിക്കുവാൻ നിൽക്കുന്ന ഒരു മോശയെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചിലതിനൊക്കെ വേണ്ടി ഇടിവി നിൽക്കുവാൻ, ചിലതിന് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ കർത്താവ് നമ്മെ കണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ഹൃദയത്തോട് കൂടി അടുത്ത് ചെന്നിട്ട് അതേ സ്തോത്ര കർത്താവിനെ നന്നായി അറിഞ്ഞിട്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് മനസ്സലിയുന്നൊരു കർത്താവ്, കർണ കാണിക്കുന്ന ഒരു കർത്താവ് അത്ര സ്തോത്രം. ഇവിടെ ഇതിന് മറുപടിയായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവയെ ദൈവം മോശയോട് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഒരു സ്വസ്ഥത നിനക്ക് തരും. കാരണം എന്ത് ചെയ്യുന്നു? സ്തോത്രം, മോശയ്ക്ക് സ്വസ്ഥമായ അനുഭവത്തിൽ കൂടി കടന്നു പോകാനായിട്ട് കഴിയുന്നില്ല. കാരണം ജനദുശാഠ്യമാണ്, എവിടെ എത്തിക്കും ഒന്നും അറിയത്തില്ല. സ്തോത്രം, അസ്വസ്ഥമായിരിക്കുന്നു. അതറിഞ്ഞുകൊണ്ട് യഹോവയെ ദൈവം പറയുന്നു, നിനക്ക് ഞാൻ സ്വസ്ഥത നൽകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം ഒരുവനെ സ്വസ്ഥതയിലേക്ക് എത്തിക്കുക. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിന്റെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലയ്ക്കകത്ത് സ്വസ്ഥത വെളിപ്പെടണമെങ്കിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് കേരി ചെയ്യുക, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് ആഗ്രഹിക്കുക, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഒന്ന് കൊതിച്ചു തുടങ്ങാമോ? നിന്റെ ഭവനത്തിനകത്ത് അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകൾ പൊട്ടി മാറുവാനായിട്ട് ഇടയായിത്തീരാ. പലപ്പോഴും എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ സ്വസ്ഥത അനുഭവിക്കുവാൻ കഴിയാത്തവണ, അതേ സ്തോത്രന്റെ നന്മകൾ അനുഭവിക്കുവാൻ കഴിയാത്തവണ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പ്രഭാതത്തിൽ ദൈവസേനയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമോ? അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യമില്ലാത്തവണ എന്നെ ഇവിടെ നിന്ന് അയക്കരുതേ, എന്നെ മൂവ് ചെയ്യുവാനായിട്ട് അനുവദിക്കരുതേ എന്ന് സ്തോത്രം. അവിടെ സ്തോത്രം, ഹല്ലേലൂയ. മോശ വീണ്ടും ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം, അവൻ എന്നോട് തിരുസാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ദൈവ സാന്നിധ്യമില്ല എങ്കിൽ ഈ ജനത്തെയും കൂട്ടി ഹല്ലേലൂയ ദൈവിക വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ കഴിയത്തില്ല എന്ന്. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവപൈതലേ, ദൈവ സാന്നിധ്യമില്ല എങ്കിൽ നമുക്ക് ഒരിടത്തും എത്തുവാനായിട്ട് കഴിയത്തില്ല. അതെന്നാ തകർന്നു പോകുവാനായിട്ട് ഇടയത്തിരം, നമ്മുടെ യാത്രകൾ മുടങ്ങിപ്പോകുവാനായിട്ടിടയത്തിര. അങ്ങനെ ഈ പ്രഭാതത്തിൽ സ്തോത്ര ഹല്ലേലൂയ ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിച്ചു തുടങ്ങ്, ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്. അപ്പന്റെ സാന്നിധ്യം എന്റെ കൂടെ ഇരിക്കണം, അപ്പന്റെ സാന്നിധ്യം എനിക്ക് സ്വസ്ഥത നൽകുന്നതാണല്ലോ എന്ന് സ്തോത്രം. അവിടെ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആ ഒരു സ്വസ്ഥതയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, എന്നോട് നിന്റെ ജനത്തോട് കൃപയുള്ളത് ഏതിനാൽ അറിയും, നീ ഞങ്ങളുടെ കൂടെ പോരുന്നതിനല്ലയോ. അപ്പോൾ സ്തോത്രം, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപ നമ്മോട് കൂടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കണം. സ്തോത്ര, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ദൈവത്തിന്റെ കൃപ, ആ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ പൊതിയുവാനായിട്ടിടയെത്തിരും. അതേ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലകളിലേക്ക്, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്ന മേഖലകളിലേക്ക്, വഴി എന്തെന്ന് അറിയാതിരിക്കുന്ന മേഖലകളിലേക്ക് നിന്നെ എത്തിക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഹല്ലേലൂയ. അങ്ങനെ ഞാനും നിന്റെ ജനമോ ഭൂതലത്തിലുള്ള സകല ജാതികളിലും വിശേഷതയുള്ളവരായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ദൈവത്തിന്റെ സാന്നിധ്യം പ്രിയ ദൈവമക്കളെ സകല ജാതികളിൽ വച്ച് നമ്മെ വിശേഷതയുള്ളവരാക്കി തീർക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്തോത്രം, എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞാലും ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ഒന്ന് കൊതിക്കാം. ആ ദൈവിക സാന്നിധ്യം സ്തോത്രം നമുക്ക് സ്വസ്ഥത നൽകുന്ന ഒന്നാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അതേ
ദാവീദ് യോശുവയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ അതിന്റെ സ്തോത്രം 20-ാം അധ്യായം 44-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയോ ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിനക്ക് ചുറ്റും ഒരു സ്വസ്ഥത നൽകി. സങ്കീർത്തനം 23 കാണുന്നു, പച്ചയായ പുൽപ്പുറകളിൽ അവൻ നിന്നെ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. ഹല്ലേലൂയ. നിന്റെ ചുറ്റും ഒരു സ്വസ്ഥത തരുന്ന ദൈവ, നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞതായ ദൈവിക വാഗ്ദത്തങ്ങൾ പ്രകാരമായിട്ട് നിനക്ക് സ്വസ്ഥത തരുന്ന ഒരു ദൈവമുണ്ട്. അതെ, അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ, പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയോ ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പാകെ നിന്നില്ല. പ്രിയ ദൈവ പൈതലേ, സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ ചലിച്ച നിനക്ക് ചുറ്റും സ്വസ്ഥത വരും. അത് മാത്രമല്ല, അവിടെ കാണുന്നു, ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. ഹല്ലേലൂയ. നിന്നെ മുന്നോട്ട് വിടുകയില്ല എന്ന് പറഞ്ഞ വെല്ലുവിളിക്കുന്ന ശത്രുമണ്ഡലം തകരുവാൻ ഈ സ്തോത്രം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കഴിയും. കാരണം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് മുമ്പായി കടന്നു പോകുമ്പോ സ്തോത്ര സകല മണ്ഡലങ്ങളും ദുഷ്ടശക്തികളും ഹല്ലേലൂയ നിനക്കെതിരാ അതേ സ്തോത്ര പ്രതിയോഗി നിന്ന് വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങൾ നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ല. കാരണം എന്താ? ദൈവത്തിന്റെ സാന്നിധ്യമായി ചലിക്കുന്ന വചനത്തിൽ കാണുന്നു, ഞാൻ നിനക്ക് ദഹിപ്പിക്കുന്ന അഗ്നിയെ നിനക്ക് മുമ്പായി കടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. സ്തോത്ര, ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവ നിനക്ക് മുമ്പായി കടന്നു പോകുമ്പോ സ്തോത്ര, ഹല്ലേലൂയ, ശത്രുക്കളിൽ ഒരുത്തനും ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽപ്പാൻ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ശത്രുവിനെ കണ്ട് നീ ഭയപ്പെട്ടു ഓടുകയല്ല, പിന്തിരിഞ്ഞു പോകുകയല്ല. ശത്രുവിന്റെ മുമ്പാകെ സ്തോത്രം നിനക്ക് നടക്കേണ്ടതിനായിട്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് മുമ്പായിട്ട് നടക്കാം. ഇന്ന് പ്രഭാതത്തിൽ നീ ഭാരപ്പെടണ്ട. അയ്യോ, പരാജയപ്പെട്ടു പോയല്ലോ, വാഗ്ദത്തത്തിലേക്ക് കയറുവാനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് പലതും ഓർത്ത് നിരാശപ്പെടുമ്പോ ഈ പകൽക്കാലം ആ ദൈവ സാന്നിധ്യത്തെ നീ കയറി ചെയ്യുവാൻ തയ്യാറാക്കുന്നവയ്ക്ക്, ആ ദൈവ സാന്നിധ്യത്തെ കൊതിക്കുവാൻ തയ്യാറാക്കുന്നവയ്ക്ക് സ്തോത്ര, പ്രിയ ദൈവമക്കളെ, നിനക്കായിരിക്കും നീ ആയിരിക്കുന്നതിന്റെ ചുറ്റും ദൈവം നിനക്ക് സ്വസ്ഥത നൽകുക. നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ എന്തൊക്കെ സംഭവിക്കട്ടെ, പക്ഷേ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ക്യാരി ചെയ്യുന്ന, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വില കൊടുക്കുന്ന ദൈവ പൈതന്റെ ജീവിതത്തിനകത്ത് ഒരു സ്വസ്ഥത വെളിപ്പെടും. ഹല്ലേലൂയ. രോഗം നിന്നെ തകർത്തു കളയുവാൻ വിട്ടുകൊടുക്കേല, കടഭാരം നിന്നെ തകർത്തു കളയാൻ ദൈവം വിട്ടുകൊടുക്കേല. നിന്നെ സ്തോത്ര പ്രതികൂലമായി കടന്നു വരുന്ന ശത്രുവിന്റെ മുമ്പാകെ നിന്നെ ദൈവം വിട്ടുകൊടുക്കേല. അവിടെയൊക്കെയും നിനക്ക് സ്വസ്ഥത അനുഭവിക്കത്തക്ക രീതി ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അവിടെ കാണുന്ന ശത്രുക്കളിൽ ഒരുത്തനും നിന്റെ ചുറ്റും നിന്ന് ശത്രുഭീതി ഒരുക്കുന്ന ഒത്തിരി പേര് കാണുമായിരിക്കും, പക്ഷേ ഒരുത്തനും നിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയില്ല. ഈ പകൽക്കാലം നീ ദൈവ സാന്നിധ്യത്തെ കൊതിച്ച് കയറിപ്പോയാ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ശത്രുഗണം പരാജയപ്പെടും. ഹല്ലേലൂയ. ദുഷ്ടന്റെ ഇടം നോക്കും, അവനെ കാണുക പോലുമില്ല എന്ന് തിരുവചനത്തിൽ പറയുമ്പോ, അതേ ശത്രുഗണത്തെ കണ്ട് നീ ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തിയെങ്കിൽ ഒരു ശത്രുവിന് നിന്റെ മുമ്പാകെ നിന്ന് വെല്ലുവിളിക്കുവാൻ കഴിയാത്തവണ ശത്രുവിനെ ഉന്മൂലനാശം ചെയ്തുകൊണ്ട് നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ എവിടെയൊക്കെയോ ശത്രുവിന്റെ വാക്കുകൾ, പ്രവൃത്തികൾ നിന്നെ പിന്തിരിപ്പിച്ച് കളഞ്ഞു കാണും, വാഗ്ദത്തങ്ങളിൽ നിന്ന് അകറ്റിക്കളഞ്ഞു കാണും, നിന്റെ ഉള്ളിനകത്ത് അസ്വസ്ഥപ്പെടുത്തി കാണും, ഭയത്തിന്റെ അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് കാണും. ഈ പ്രഭാതത്തിൽ ഉറച്ചു വിശ്വസിക്കുക, നിനക്ക് ചുറ്റും ദൈവം സ്വസ്ഥത തരാൻ പോവുകയാണ്. നിന്റെ മുമ്പിൽ നിന്ന് ശത്രുമണ്ഡലത്തെ ദൈവം അവരെ എന്നേക്കുമായി മാറ്റുകയാ. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിലേൽപ്പിച്ചു. ഹല്ലേലൂയ. ആരുടെ കയ്യിലാ? ഇസ്രായേൽ ജനതയുടെ കയ്യിലേക്ക് സകല ശത്രുക്കളെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നീ ചിലതിനെ വാഴുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അസ്വസ്ഥമായി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാൻ നിന്ന ഭാരപ്പെടുന്ന ദൈവ പൈതലേ, നിന്നോട് പരിശുദ്ധാത്മാവ് ഞാൻ പറയട്ടെ, അതേ സ്തോത്ര ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ കടന്നു വന്ന നീ സകല ജാതികളുടെ മുമ്പാകെ വിശേഷതയുള്ളതായി തീരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര, നിനക്ക് സ്വസ്ഥത ലഭിക്കുവാനായിട്ട് ഇടയായി തീരാ. അതേ സ്തോത്രം, ഒരു ശത്രുഗണവും നിന്റെ മുമ്പിൽ നിൽക്കാൻ ഇടയാക്കത്തില്ല. ശത്രുവിനെ നിന്റെ കയ്യിലേൽപ്പിക്കും. അത് മാത്രമല്ല, അവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥവാക്കാതെ സകലതും നിവർത്തിയായി.
ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ കിടക്കുന്ന ദൈവിക വാക്തത്വങ്ങളെ മുടക്കിക്കളയാതെ നിറവേറുവാനിടയത്തിലൂടെ കാണുന്നു. ഇസ്രായേൽ ഗ്രഹത്തോട് അരുളി ചെയ്ത വാക്തത്വങ്ങളിൽ ഒന്നും വൃതയാകില്ല. പ്രിയതേ മക്കൾ, ദൈവം നിന്നോട് അരുളി ചെയ്ത വാക്തത്വങ്ങൾ ഒന്നും വൃതയാകത്തില്ല. ഹല്ലേലൂയ. അതേ, മനുഷ്യർ പറഞ്ഞതൊക്കെ മാറിപ്പോകാം, പക്ഷേ ദൈവം നിന്നോട് പറഞ്ഞ ദൈവിക വാക്തത്വങ്ങൾ ഒന്നും വൃതമാകാതെ നിറവേറണമോ, ആ ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം ആ ദൈവ സാന്നിധ്യത്തെ ഒന്ന് കേരി ചെയ്യുമോ? നിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയുന്ന പറയില്ലേ, എന്റെ മേൽ ഒത്തിരി വാക്തത്വങ്ങളുണ്ട്, അതേ, ഒത്തിരി ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, പക്ഷേ ഒന്നും പ്രാപിക്കുവാൻ കഴിയുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ സ്തോത്രം ഞാൻ പറയട്ടെ, പലരുടെ സാന്നിധ്യം നീ കൊതിക്കുന്നില്ലേ? സ്തോത്ര, പലരുടെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെക്ക് പല വിടുതലും നടക്കുമെന്ന് ചിന്തിക്കുന്നില്ലേ? പക്ഷേ ആ മണ്ഡലത്തെ നീ മാറ്റിവച്ചിട്ട്, അതേ സ്തോത്രം, മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കരുതേ. ആ ദൈവ സാന്നിധ്യത്തെ ഈ പ്രഭാതത്തിൽ നീ ക്യാരി ചെയ്തുകൊണ്ട് അതിനുവേണ്ടി നീ പ്രാപിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളൊന്നും വൃതമാകാത്തവണ അത് നിന്റെ ജീവിതത്തിൽ നിറപടിയായി നിവർത്തിയാകുവാനിടയായിത്തീര. ആ വാഗ്ദത്തങ്ങൾ നിവർത്തിയായി നിറവേറുന്നതിന് തടസ്സമായി നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ശത്രുഗണത്തെ ദൈവം നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുവാനായിട്ടിടയായിത്തീര. ആ ശത്രുവിനെ നിന്റെ കരത്തിൽ ദൈവം ഏൽപ്പിക്കുവാനായിട്ടിടയായിത്തീര. അതേ, നിനക്ക് സ്വസ്ഥതയോട് കൂടെ നിനക്ക് ചില ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് കയറുക. ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ പകരും. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്വസ്ഥത നൽകും. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്തോത്രം മറ്റ് ജനത്തിന്റെ നടുവിൽ നിന്ന് വിശേഷത ഉള്ളവരാക്കി തീർക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മെ സ്തോത്ര ദൈവിക വാഗ്ദത്തങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടിടയായിത്തീര. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് സ്തോത്ര ശത്രുഗണത്തെ നമ്മുടെ മുമ്പിൽ നിന്ന് തകർക്കുവാനായിട്ടിടയായിത്തീര. ശത്രുവിനെ നമ്മുടെ കരത്തിലേൽപ്പിക്കും. മുമ്പിൽ നിൽക്കുന്ന ശത്രുമണ്ഡലത്തെ കണ്ട് നീ ഭയപ്പെടണ്ട, ഭീതിപ്പെടണ്ട. നമ്മോട് കൂടെയുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ അത്രേ. സ്തോത്ര. ആ ഒരു ഉറപ്പ്, ആ ദൈവം അത്രേ, ആ ദൈവത്തിന്റെ സാന്നിധ്യം അത്രേ. സ്തോത്ര. നമ്മോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, കർത്താവിന്റെ സന്നിലേക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാം. അതേ, പലപ്പോഴും ദൈവ സാന്നിധ്യത്തെ നാം വില കുറച്ച് മാറ്റി നിർത്തി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണുമായിരിക്കാം. സ്തോത്ര. ആ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്ന് ഇസ്രായേൽ ജനത കടന്നു വന്നു. അല്പസമയം കൊണ്ട് അവർ വിഗ്രഹത്തെ ഉണ്ടാക്കി. അതേ സ്തോത്രം, അതിലെ പിറകെ പോയി ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. അവിടെയാ സ്തോത്രം അവർക്ക് പരാജയം കടന്നു വന്നത്. അങ്ങനെ പല ജീവിതത്തിന്റെ മേഖലയ്ക്കകത്ത് നാം പോലും അറിയാതെ നമ്മുടെ മേൽ പകരപ്പെട്ട ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ സ്വസ്ഥത ലഭിക്കേണ്ടതിനായി ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങ്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ സാന്നിധ്യം ഈ പൽക്കാലം നിനക്ക് സ്വസ്ഥത നൽകും. പുതിയ നിയമത്തിൽ നമുക്ക് കടന്നു വരുമ്പോൾ സാധിക്കുന്നുണ്ട്. 12 വർഷമായി രക്തസ്രാവമായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങത്തൊട്ടു യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടപ്പോ 12 വർഷമായി അവൾ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്ത, അവൾ ഫിനാൻഷ്യൽ മേഖലയെ നഷ്ടപ്പെടുത്തി, അവളെ പരവശയാക്കി തീർന്ന അനുഭവത്തിൽ നിന്ന് അവളുടെ ജീവിതത്തിൽ സ്വസ്ഥത വെളിപ്പെടുവാൻ തയ്യാറായി ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന മേഖലയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒന്നത്രേ. അങ്ങനെയൊക്കെ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് സ്വസ്ഥത കൊണ്ടുവരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്ന ഒന്നാണല്ലോ കർത്താവേ. മോശ ദൈവത്തോട് പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ലാതെ ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അപ്പനോട് പ്രാർത്ഥിക്കുന്നപ്പാ, അങ്ങയുടെ സാന്നിധ്യമില്ലാതവണ്ണം ഞങ്ങൾ ഇവിടെ നിന്ന് അയക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ വിശേഷത ഉള്ളവരാക്കുന്നു, ഞങ്ങളെ സ്വസ്ഥതയുള്ളവരാക്കി തീർക്കുന്നു. ശത്രുഗണത്തെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയും. ശത്രുവിനെ ഞങ്ങളുടെ കരത്തിലേൽപ്പിക്കുക മാത്രമല്ല, ഇസ്രായേൽ പിതാക്കന്മാരോട് അരുളി ചെയ്തതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒന്നും മുടങ്ങിപ്പോകാതവണ സകലത നിവർത്തിയായി ഞങ്ങളോടുള്ള
വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണല്ലോ അപ്പാ. ആ സാന്നിധ്യത്തെ ഞങ്ങൾ കൊതിക്കുന്നു അപ്പാ. ആ സാന്നിധ്യത്തെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ. അപ്പാ എവിടെയെങ്കിലും വെച്ച് ആ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ ഞങ്ങളുടെ മേൽ ആ സാന്നിധ്യത്തെ മടക്കി തരുമാറാകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. സ്വസ്ഥതയോട് സമാധാനത്തോടെ ഞങ്ങൾ ആയിരിപ്പാ സ്വർഗത്തിലെ ദൈവം ഇടയാക്ക്. ശബ്ദം കേൾക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ പൽക്കൽ അവർ സ്വസ്ഥത അനുഭവിക്കട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ നിറപടിയായി അവരുടെ ജീവിതത്തിൽ നിറവേറുന്ന പകൽക്കാലമായി തീരട്ടെ. അപ്പൊ അങ്ങ് അത്ഭുതം ചെയ്യുന്ന ആ സ്തോത്രം മാനവും മഹത്വവും അങ്ങേക്കായി തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.